മലയാള സിനിമാ പ്രേക്ഷകരിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇന്ത്യ എമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദ മോസ്റ്റ് വയലന്റ് ഫിലിം മാർക്കോ. അപ്പോൾ ഒറ്റ സിനിമയിലൂടെ മാർക്കോയിലൂടെ സെലിബ്രിറ്റി ആയി മാറിയ പ്രൊഡ്യൂസറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ഷരീഫ് മുഹമ്മദ്. വെൽക്കം ടു ദ ഷോ ചേട്ടാ. ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഈ മലയാള സിനിമയിലെ അല്ല ഈ പ്രൊഡ്യൂസേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റൻ ചേട്ടൻ മാത്രമാണ് സിനിമയിൽ അഭിനയിക്കാതെ സെലിബ്രിറ്റി ആയി മാറിയത്. അതിനുശേഷം ഞങ്ങൾ കണ്ട മറ്റൊരു സെലിബ്രിറ്റി പ്രൊഡ്യൂസർ, അതും ആദ്യ പടത്തിലൂടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സത്യത്തിൽ എവിടെയെങ്കിലും വിചാരിച്ചിരുന്നോ? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സത്യമാണോ? സത്യമായിട്ടും. അപ്പൊ ഈ ആദ്യത്തെ പടം എടുക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സൂപ്പർ ഹിറ്റ് ആവുന്നു. കാരണം കഥയെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ട്. എല്ലാ പ്രൊഡ്യൂസേഴ്സും മൂവി എടുക്കുമ്പോൾ ഹിറ്റ് ആവുന്ന പ്രതീക്ഷയിലാണ് എടുക്കുന്നത്. ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്താലാണ് ഉള്ളത് സക്സസ് ആവുന്നത്. അപ്പോ ഞാനതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇപ്പൊ സക്സസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ആക്ച്വലി ഇത്രയും നല്ല ഫിസിക്കുള്ള, കാണാൻ നല്ല സുന്ദരനായ ഒരു പ്രൊഡ്യൂസർ എന്തുകൊണ്ട് ആ സിനിമയിൽ ഒരു റോള് ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ സംശയം. അഭിനയിക്കാൻ അറിയണ്ടേ? പക്ഷെ ചേട്ടന്റെ ഫാമിലിയിൽ എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാമെന്ന് മനസ്സിലായി. മക്കൾക്ക് ഇഷ്ടമാണ്, പിന്നെ വൈഫിനും ഇഷ്ടമാണ്. അത് ശരി. വൈഫിന് ഒരു റോള് കൊടുക്കാതിരുന്ന എന്തുകൊണ്ടാണ്? വൈഫ് പ്രഗ്നന്റ് ആണ്.